ഹലോ, ഞാൻ ഡോക്ടർ ജിത്തു, ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലിവർ ക്യാൻസറിനുള്ള ഏറ്റവും അതിനൂതനമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്, വിച്ച് ഈസ് കോൾഡ് ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബലൈസേഷൻ, അതായത് ടേസ് എന്ന് പറയും. പണ്ടൊക്കെ സർജിക്കൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ലിവറിന് ക്യാൻസർ ഉണ്ടെങ്കിലോ നമ്മൾ കീമോ മരുന്ന് കൊടുക്കാൻ പല വിധങ്ങളുണ്ട്. അതിലത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വഴിയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ള വിഭാഗമാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതിപ്പം മെഡിക്കൽ ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ഹെപ്പറ്റോളജി അല്ലെങ്കിൽ സർജിക്കൽ ഗ്യാസ്ട്രോ പോലത്തെ വിഭാഗങ്ങൾ കണ്ട് അവർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത്, റേഡിയോളജിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ CT MRIയിലൂടെ കൺഫേം ആക്കും ഇന്ന പേഷ്യൻറ്റിന് ലിവറിൽ ക്യാൻസർ ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസിന് ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ്, അവരുടെ ഡിസീസ് ക്യൂറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. പക്ഷേ എല്ലാവർക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പോകാൻ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രായോഗികമായിട്ടുള്ള അഫോർഡബിലിറ്റി ഇഷ്യൂസ് കാണും, അല്ലാത്ത ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ലിവറിനെ ബാധിച്ചിട്ടതിൻ്റെ വ്യാപ്തി കൂടുതലുള്ള പല ഇഷ്യൂസും ഉണ്ടാവാം. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റിന് പോകാൻ ടൈം കൂടുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഏജ് ബാരിയർ ഉണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല. സോ ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റും. സോ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും അഡ്വാൻസ്ഡുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ് ടേസ് അല്ലെങ്കിൽ ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബലൈസേഷൻ. അതായത് എവിടെയാണോ ട്യൂമർ അതിൻ്റെ അകത്ത് പോയി നമ്മൾ കീമോ മരുന്ന് കൊടുക്കും. സോ അവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവത്തില്ല, മുഖം കറക്കില്ല, അവർക്ക് ഈ സാധാരണ ഓറൽ കീമോ ഡ്രഗ്സ് എടുക്കുന്നതിൻ്റെ അത്രയും സൈഡ് എഫക്ട്സ് ഇതിൽ ഉണ്ടാവത്തില്ല. അതേപോലെ ലെസ് ഹോസ്പിറ്റൽ സ്റ്റേ, കീറി മുറിക്കണ്ട. നമ്മുടെ പനി വരുമ്പം കയ്യിൽ ക്യാനിൽ ഇടുന്നത് പോലെ ചെറിയൊരു ക്യാനില്ല, നമ്മൾ ഒന്നുകിൽ ഇടത്ത് കൈയിൻ്റെ ഈ ഭാഗത്തുള്ള രക്തക്കുഴലിലോ ഇടുപ്പിലുള്ള രക്തക്കുഴലിലോ ഇടും. അതിലൂടെ നമ്മൾ ചെറിയ ഗൈഡ് വയേഴ്സും കത്തീറ്റേഴ്സും ഇട്ട് നമ്മൾ എവിടെയാണോ ട്യൂമറിൻ്റെ അകത്ത് പോയി ഈ മരുന്ന് കൊടുത്ത്, കീമോ മരുന്ന് കൊടുത്ത് അതിനെ ചുരുക്കുന്ന പ്രൊസീജിയറിനാണ് പറയുന്നത് ടേസ് എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അവർക്ക് പോവാം. അതിനുശേഷം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പോയതിന് ശേഷം കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആണ് ഇവർക്ക് വരുന്നത്. അപ്പം ഇവർ മെഡിക്കൽ ഗ്യാസ്ട്രോ ആയിട്ടും സർജിക്കൽ ഗ്യാസ്ട്രോ ആയിട്ടും അല്ലെങ്കിൽ ഹെപ്പറ്റോളജി ആയിട്ടും കൂടാണ്ട് ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗമായിട്ടും അങ്ങനെ ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ കൂടുതലും കൊടുക്കുക. അതേപോലെ മെഡിക്കൽ ഓങ്കോളജി, അങ്ങനത്തെ പല വിഭാഗങ്ങളിനകത്ത് ഇൻവോൾവ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ തീരുമാനങ്ങൾ എടുക്കുകയും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അതിൻ്റെ റെഗുലർ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന് കൃത്യമായിട്ടും റിച്ച് പ്രോട്ടീൻ ഡയറ്റ്, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ പ്രോപ്പർ റെഗുലർ ഫോളോ അപ്പ് എടുക്കുക. ഇതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിലൂടെ തന്നെ ഈവൻ ക്യാൻസറിനെ വരെ നമുക്ക് ഇന്നത്തെ കാലത്ത് പൊരുതി ജയിക്കാൻ സാധിക്കും.